ഹലോ ഗൈസ്, നമ്മുടെ പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നേക്കുന്ന പ്രോപ്പർട്ടീസ് വാട്ടറും പിന്നെ ഗ്ലാസ്സും വാട്ടർ ലെവൽ ചലഞ്ച്. നമുക്ക് തുടങ്ങാം അല്ലേ? ഗ്ലാസ്സിൽ നമ്മൾ കുറച്ചായിട്ട് വെള്ളം, ആരാണ് ലാസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ തുളുമ്പി പോണേ അവരാണ് ഫെയിൽ കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചി നമ്മളെ പഞ്ചേച്ചിയുടെ കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചേച്ചി സ്റ്റാർട്ടിങ്ങിന് കുറേ ഒഴിക്കട്ടെ, അത് കുറച്ച് ഒഴിച്ചാൽ മതി എന്ന് എന്നോട് ചോദിക്കണം. അപ്പോൾ ഒരു വിധം ഒഴിച്ച് നമുക്ക് അതിനാണ് തുടങ്ങാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ ഉജാലയുടെ ഒരു കളറ് നല്ല കളറായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് ഞാനിരുന്ന് നോക്കാം. ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഗെയിം കളിക്കണമെങ്കിൽ ചലഞ്ചൊക്കെ എടുക്കുന്ന സമയത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ചലഞ്ച് മാത്രം ഞങ്ങൾക്ക് ആർക്കും സംസാരിക്കാൻ പറ്റില്ല. കാരണം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. എനിക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഒഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഒഴിച്ചു. പിന്നെ എനിക്ക് രണ്ടാമത്തെ ട്രിപ്പൊക്കെ ആയപ്പോൾ ഒരു പേടി, എങ്ങാനും തുളുമ്പി പോയാലോ എന്ന്. പിന്നെ ഒരു കണക്കിന് സെറ്റാക്കി. പക്ഷെ അപ്പൂന് അപാര കോൺസെൻട്രേഷനും അതേപോലെ തന്നെ അവൻ ഒരു സെറ്റായിട്ട് ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഒഴിക്കുമ്പോൾ പോവായിരിക്കും എന്നുള്ളൊരു മൈൻഡൊക്കെ നമുക്കുണ്ട്. അറിയില്ല, നോക്കാം. ഓരോന്ന് വയ്ക്കുമ്പോഴും ഇപ്പോൾ പോവായിരിക്കും തന്നെ നമ്മുടെയൊക്കെ മൈൻഡിലുണ്ട്. അതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിരിക്കുന്നത്. പക്ഷെ പോണില്ല. അപ്പം എൻ്റെ ഒരു വായനിപ്പോൾ ഇതിൽ പോയി ഇതോടുകൂടി നമ്മുടെ ചലഞ്ച് കഴിഞ്ഞിട്ടാണ് ഒഴിക്കാതിരിക്കണത്. പക്ഷെ അവിടെ പിടിച്ച് നിന്ന് പിന്നെ ചേച്ചി ഒഴിച്ചു, അപ്പു ഒഴിച്ചു. ചേച്ചിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പൊക്കെ ഒഴിക്കുന്ന സമയത്ത് പോവില്ല എന്നുള്ളത് അപ്പുകൂട്ടന്നെ കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെയിലേക്ക് വരുമ്പം ഞാൻ എന്തായാലും നടന്നു പോകും എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം എനിക്കാണെന്ന് ഏത് കൈ വെച്ച് ഒഴിക്കണം, അടുത്ത കൈ വേണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. പോവില്ല. പക്ഷേ ഇത് വീഴണില്ല. നീ വെള്ളം അതിൽ നിന്ന് പോകണ്ടേ ഗ്ലാസ്സിലേക്ക്. തുള്ളിയെങ്കിലും വീഴാൻ്റെ ബന്ധപ്പെട്ടുള്ളൂ. Mamita que no puedo esperar. സൂക്ഷിക്കുന്നു. ഞാൻ തന്നെ ഞമ്മക്കത് സ്ലോ ആയിട്ട് നോക്കാം. ഇത് പൂവെന്തായാലും അവിടെ തുമ്പത്തെ നിക്കണ എങ്ങാനും വല്ല ലക്കി എന്നാലുള്ളൂ. ഈശ്വര ഇന്ന് ഞാൻ കരയാനുള്ള സ്മൈലിട്ട് നിൽക്കേണ്ടി വന്നില്ല. എവിടെ പോയില്ല. ഇത് പോകും കാരണം തുമ്പത്താണ്. Game over. അപ്പൊ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മളെല്ലാവട്ടും എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് കരയാനാണ്. അയ്യോ, അങ്ങനെ ഈ കളിയിൽ ഞാൻ തോറ്റിരിക്കുന്നു. റൗണ്ടിൽ അപ്പുചേട്ടനും അഞ്ചേച്ചും തമ്മിലുള്ള നോക്കാട്ടോ. നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് സ്വാഗതം. ഇനി ഞാൻ അപ്പു ഫസ്റ്റ് എടുക്കണ്ടോ? ഞാൻ പറയാം ഫസ്റ്റ്. അങ്ങനെ അപ്പുചേട്ടൻ്റെ അനുസരിച്ചിട്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അവർ വേഗം ഒഴിച്ച് പോയിട്ട് ആ സ്റ്റാർട്ടിങ് ഒക്കെ ഭയങ്കര സ്പീഡായിട്ട് പോയി. ലാസ്റ്റ് വരുമ്പോഴാണ് നമുക്കൊന്ന് സ്ലോ ആയിട്ട് നിൽക്കേണ്ടി വരിക. ഇപ്പം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. രണ്ടാളുടെ ഓരോരുത്തർ കഴിയുമ്പോൾ ഒഴിച്ച് നമുക്ക് നോക്കതിൽ ആരാ ജയിക്കാന്ന്. അതാണ് നമ്മുടെ മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഗൈസ്. നോക്കാം. ഇപ്പം തുളുമ്പുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും നോക്കിയിരിക്കുന്നത്. പക്ഷെ ഇതുവരെ തുളുമ്പണില്ല. രണ്ടുപേരും അപാര കോൺസെൻട്രേഷനിലൂടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്.
മിക്കപ്പം അഞ്ചേച്ചി ഒഴിക്കുമ്പോൾ പോകാനാണ് സാധ്യത. കാരണം ഇനിയിപ്പോൾ ഇതാ തുണ്ടും കൂടി മതി. അത് അപ്പുചേട്ടൻ ഒഴിച്ചു. നോക്കാം നമുക്ക്. 1 2 3 ജസ്റ്റ് മിസ്. ഇതിലും പോയില്ല. നെക്സ്റ്റ് വീണ്ടും അഞ്ചേച്ചിയിലേക്ക് വന്നിരിക്കുകയാണ്. നോക്കാം നമുക്ക് കേട്ടോ. ഓ ചേച്ചിയും സെറ്റായിട്ട് പിടിച്ചെന്ന്. ഇതിൽ പക്ഷെ നമ്മൾ ടൂണോ കാര്യങ്ങളൊക്കെ കയറ്റം അതെല്ലാം ഭയങ്കര കോൺസെൻട്രേഷൻ, വേറെ ചർച്ചകളൊന്നുമില്ലേ. നമുക്ക് ഇങ്ങനത്തെ ഗെയിം കളിക്കുമ്പോൾ ഞങ്ങൾ പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും നമ്മൾ വർത്തമാനം പറയാണ്ടിരിക്കുന്നുള്ളതൊക്കെ. നമ്മളെപ്പോഴും ചെറ പറയാന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ ചെയ്യുന്നതായിരുന്നു. ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കേണ്ട ഒരു ഗെയിമായി പോയി. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് പോയി. അതാണ് സത്യം. നോക്കാട്ടെ നമുക്കത് ഇപ്പോൾ പോവുമായിരിക്കും. എല്ലാവരും അതിലിങ്ങനെ നോക്കിയിരിക്കുക. പക്ഷെ പോയില്ല. വീണ്ടും ബോട്ടിൽ അപ്പുചേട്ടൻ്റെ ഇതിലേക്ക് എത്തിയിട്ടാ. ഇതിലിപ്പോൾ എന്തായാലും പോവും. നോക്കാം. പോയില്ല. ഇതിലും പോയില്ല. ഇനിയിപ്പോൾ വീണ്ടും ചേച്ചിയില്ല. നോക്കാം പോയില്ല എന്നുള്ളത്. പോകാനാണ് സാധ്യത എന്ന് തോന്നുന്നുണ്ടല്ലേ നോക്കുമ്പോൾ. പക്ഷെ ഇതിലും പോണില്ല കേട്ടോ. ഇനിയിപ്പോൾ ചേച്ചി ജയിക്കാനായിരിക്കും സാധ്യത. നമ്മുടെ സാധ്യതകൾ മറിഞ്ഞും വരുന്നു. ചേച്ചി ആയിരിക്കും ജയിക്കാൻ തോന്നുന്നു. കാരണം ഇതെന്തായാലും അപ്പുചേട്ടൻ്റെ പോകും. പക്ഷെ ഇല്ല. പോയി ഗൈസ്. നമ്മുടെ അപ്പുചേട്ടനാണ് ഗൈസ് വിജയിച്ചിരിക്കുന്നത്. അപ്പുചേട്ടൻ ജയിച്ചേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ കൂടുന്നേ. തീർച്ചയായിട്ടും